അവഗണനയുടെ നേർക്കാഴ്ചയായി തുടരുകയാണ് തൃക്കടിരി പഞ്ചായത്തിലെ 6ാം വാർഡിലൂടെ കടന്നുപോകുന്ന അങ്ങാടിപ്പാറ റോഡ്. കാലങ്ങളായി ശോചനീയാവസ്ഥ നിലനിൽക്കുന്ന റോഡാണിത്. തൃക്കടിരിയിലെ പ്രഥമ പഞ്ചായത്ത് റോഡാണ് 6ാം വാർഡിലെ അങ്ങാടിപ്പാറ റോഡ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ ദുരവസ്ഥ അധികാരികൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കാൽനടയാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് കാലങ്ങളായി. നിരവധി തവണ അധികാരികളെ ബന്ധപ്പെട്ടിട്ടും നന്നാക്കി നൽകാമെന്ന വാഗ്ദാനമല്ലാതെ മറ്റൊന്നും ഈ റോഡിനെ തേടിയെത്തിയില്ല. ഇത് കിഴൂർ ആദ്യത്തെ പഞ്ചായത്ത് റോഡാണ്. ഇതുവരെ പഞ്ചായത്തിൽ നിന്നോ ഇവിടെ BJPയുടെ മെമ്പറാണ് സെലക്ഷനായത്. അപ്പോൾ പഴയ പ്രസിഡൻറ്റും നാരായണൻകുട്ടിയും ഇവിടുത്തെ മെമ്പർ ലതിയൊക്കെ പാടെ മീറ്റിംഗ് കൂടി. അപ്പോൾ അവർ മാർക്കറ്റ് പാർട്ടി ജയിച്ചിട്ടില്ലെങ്കിൽ കൂടി ഞങ്ങൾ ഇവിടെ ഈ റോഡ് നേരേക്ക് തരാറുണ്ട്. ഇതുവരെയും യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പഞ്ചായത്ത്. ഇപ്പോൾ രാജ്മാഷ് ഞാൻ പറഞ്ഞു, ഇവിടെ സ്കൂളിൽ ഹെഡ് മാഷുണ്ട്. അവർ എന്നാ മാതൃഭൂമിക്കാരോ സിറ്റി ചാനലരോ വന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് പബ്ലിസിറ്റി എങ്കിലും ആവട്ടെ റോഡിനെ പറ്റിയിട്ട്, പഞ്ചായത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞു. ഇവിടുത്തെ പഴയ BJPയുടെ മെമ്പർ രാജുവിനാണ്, അവനോടും വിളിച്ച് പറഞ്ഞു ഇതേമാതിരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് വണ്ടിയൊക്കെ ബ്ലോക്കായി, ഓട്ടോറിക്ഷ കയറില്ല. അപ്പോൾ ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ആദ്യം 2 ലോഡ് കൊണ്ടു. പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യണ പിന്നെ ഹസൻ ഒരു ലോഡ് കോറി വേസ്റ്റ് ഇട്ടു. അപ്പോൾ 3 ലോഡ് കോറി വേസ്റ്റ് ഇട്ടു. അത് നേരത്തും ചെയ്തിട്ടുണ്ട്. മഴ കനത്തതോടെ ചളിയും വെള്ളക്കെട്ടും നിറഞ്ഞ് റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലായി. തുടർന്ന് ഗത്യന്തരമില്ലാതെ നാട്ടുകാർ പിരിവിട്ടാണ് താൽക്കാലികമായി റോഡിൽ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓട്ടോറിക്ഷകൾ പോലും കടന്നുവരാത്ത സാഹചര്യത്തിൽ പ്രദേശത്ത് എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. തൃക്കടിരിയിലെ പ്രഥമ പഞ്ചായത്ത് റോഡായിട്ടും കൂടിയും ഈ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മഴ പെയ്താലാണ് അധികം. മഴ പെയ്യുമ്പോൾ വണ്ടിയൊന്നും വിളിച്ചാൽ ഒരിക്കലും വരാറില്ല, ഓട്ടോറിക്ഷ പോലും ഇറങ്ങാറില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ബന്ധുവിന് ഒരു കാറ് കൊണ്ടുവന്നിട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കോറി വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് അത് എടുക്കാൻ പറ്റിയത്, വണ്ടി എടുക്കാൻ പറ്റിയത്. അത്രയും ബുദ്ധിമുട്ടാണ്. വയസ്സായ ആൾക്കാരുള്ള വീട്ടിലൊക്കെ അവർക്കൊക്കെ വാഹനം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഇല്ല, സ്കൂൾ വാഹനം വരുന്നില്ല. സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാനൊക്കെ ഭയങ്കര കഷ്ടമാണ്. മഴയൊക്കെ പെയ്താൽ ഭയങ്കര ചളിയായിട്ട് ഭയങ്കര കഷ്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.